Hi everyone, this is Ranjit and welcome to my channel. And ഇന്നത്തെ വിഷയം ആൻസിസ് വർക്ക് ബെഞ്ച് ആണ്. ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട്, അതായത് ആൻസിസ് എന്ന കമ്പനി ഒത്തിരി സോഫ്റ്റ്വെയർ വെർഷൻസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു റിസർച്ച് പെർസ്പെക്റ്റീവിനോ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് പർപ്പസിനോ നമ്മൾ യൂസ് ചെയ്യുമ്പം റിലൈ ചെയ്യുന്നത് ആൻസിസ് വർക്ക് ബെഞ്ച് ആണ്. സോ ആൻസിസ് വർക്ക് ബെഞ്ചിൻ്റെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനും അതിനുശേഷം ഒരു ബ്രിഡ്ജ് അതിൻ്റെ എങ്ങനെ മോഡൽ ചെയ്തെടുക്കാം, ഡിസൈൻ മോഡലർ എന്നുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് മോഡൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് വീഡിയോ യു ക്യാൻ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. കാരണം എനിക്ക് അതിന് ഉത്തരം തരാൻ പറ്റും. അതുപോലെ തന്നെ എനിക്കറിയാത്തതാണെങ്കിൽ ഞാൻ റെഫറൻസുകൾ എടുത്തിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കാം. താങ്ക് യു. നമ്മൾക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ആൻസിസ് വർക്ക് ബെഞ്ചാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ആൻസിസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആൻസിസ് എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും ഒത്തിരി സോഫ്റ്റ്വെയർസ് വരും, ഒത്തിരി ഓപ്ഷൻസ് വരും. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ആൻസിസിൽ വേറെ ഒത്തിരി സോഫ്റ്റ്വെയർസ് വാങ്ങിച്ചിട്ടുണ്ട് ആൻസിസ് കമ്പനി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലൂവൻ്റ് എന്നൊരു സോഫ്റ്റ്വെയർ നേരത്തെ അതൊരു കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതാണ്. അതൊരു ഇൻഡിപെൻഡൻറ്റ് സോഫ്റ്റ്വെയർ ആയിരുന്നു, ഇൻഡിപെൻഡൻറ്റ് കമ്പനി ആയിരുന്നു ആക്ച്വലി. അതിനെ പിന്നെ ഇവർ വാങ്ങിച്ചു, ഇവരിതിൻ്റെ കൂട്ടത്തിൽ ചേർത്തു. അപ്പം അങ്ങനെ ഒത്തിരി കമ്പനീസ് ഇവർ വാങ്ങിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പം ഒത്തിരി കൺഫ്യൂഷൻസ് വരും. ഇപ്പോൾ ആൻസിസിന് ടൈപ്പ് ചെയ്താൽ തന്നെ കുറേ കാര്യങ്ങൾ വരും. നമ്മൾ ഇതിൻ്റെ അകത്ത് സ്പെസിഫിക് ആയിട്ട് എടുക്കുന്നത് വർക്ക് ബെഞ്ച് എന്നൊരു ഓപ്ഷനാണ്. കാരണം വർക്ക് ബെഞ്ചിലാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ പല കാര്യങ്ങളും കിട്ടുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഡിസ്കവറി, എയിം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സോഫ്റ്റ്വെയർസ് മോഡിഫിക്കേഷൻസ് അവർ കൊണ്ടുവന്നെങ്കിലും ഒരു റിസർച്ച് പെർസ്പെക്റ്റീവിൽ ഇപ്പോഴും വാലിഡ് വർക്ക് ബെഞ്ചാണ്. ഓക്കെ, ആൻസിസ് വർക്ക് ബെഞ്ച്. നമ്മൾ ആൻസിസ് വർക്ക് ബെഞ്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നിങ്ങളുടെ അനാലിസിസ് സിസ്റ്റംസ്. അനാലിസിസ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മളുടെ അനാലിസിസ് ചെയ്യാനായിട്ടുള്ള ഫിസിക്സ്. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റാറ്റിക് സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ, ഈ കാണുന്നില്ലേ സ്റ്റാറ്റിക് സ്ട്രക്ചറൽ എന്ന് പറഞ്ഞാൽ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും സ്ട്രക്ചറൽ അനാലിസിസിന് യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഞാനൊരു ഫ്ലുവൻ്റ് എന്ന് പറഞ്ഞ് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അതൊരു കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക് അനാലിസിസ് ആയിരിക്കും. അതായത് ഈ വർക്ക് ബെഞ്ച് എന്ന് പറയുന്നത് പല അനാലിസിസുകളെ അല്ലെങ്കിൽ പല ഫിസിക്സുകളെ കണക്ട് ചെയ്യാനായിട്ടും അതിൽ മൾട്ടിപ്പിൾ അനാലിസിസുകൾ, ഒരു അനാലിസിസിൻ്റെ ഔട്ട്പുട്ട് മറ്റേ അനാലിസിസിൻ്റെ ഇൻപുട്ടൊക്കെ ആയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ വർക്ക് ബെഞ്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സ്റ്റാറ്റിക് സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഡ്രാഗ് ചെയ്തിട്ടതിൽ എല്ലാ കാര്യങ്ങളും ദാറ്റ് ഈസ് നമ്മൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു FE അനാലിസിസ് നടത്തുമ്പോൾ ശരിക്കും 3 സ്റ്റേജിലായിട്ടാണ് ചെയ്യുന്നത്. പ്രീ പ്രോസസ്സർ, സോൾവർ, പോസ്റ്റ് പ്രോസസ്സർ. ഇത് ഏത് സോഫ്റ്റ്വെയർ എടുത്താലും അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ കോഡ് ചെയ്യുകയാണെങ്കിലും ഈ പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. ആദ്യം പ്രീ പ്രോസസ്സർ, പിന്നെ സോൾവർ, പിന്നെ പോസ്റ്റ് പ്രോസസ്സർ. ഈ പ്രീ പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മളുടെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് കൊടുക്കുന്നതും ഈ ജിയോമെട്രി വരയ്ക്കുന്നതും ജിയോമെട്രിയെ മെഷ് ചെയ്യുന്നതും അല്ലെ ഡിസ്ക്രിറ്റൈസ് ചെയ്യുന്നതും അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കുന്നതും ഇനിഷ്യൽ കണ്ടീഷൻസ് കൊടുക്കുന്നതും എല്ലാം ഈ ഒരു പ്രീ പ്രോസസ്സറിലാണ് വരുന്നത്. ഈ പ്രീ പ്രോസസ്സറിൻ്റെ അവസാനം നമ്മൾക്ക് ഒരു മാട്രിക്സാണ് കിട്ടുക, ഒരു ഗ്ലോബൽ സ്റ്റിഫ്നെസ് മാട്രിക്സ് എന്ന് പറയും. ആ മാട്രിക്സ് നമ്മൾ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ന്യൂമറിക്കൽ മെത്തേഡ്സ് ഉണ്ടല്ലോ, ന്യൂട്ടൺ റാഫ്സൺ ഉണ്ട്, ഗോസ് ജക്കോബി ഉണ്ട്. നോർമലി ആൻസേഴ്സ് ഒക്കെ സോൾവ് ചെയ്യുന്നത് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് വെച്ചിട്ടാണ്. മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യും. ഫൈനലി നമ്മൾക്ക് പോസ്റ്റ് പ്രോസസ്സർ എന്നൊരു പ്രൊസീജിയർ കൂടെയുണ്ട്. വേറൊന്നുമല്ല, ഈ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡൊക്കെ വെച്ച് സോൾവ് ചെയ്ത് കഴിയുമ്പം നമ്മൾക്ക് കിട്ടുന്നത് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആയിരിക്കും. ഒരു മാട്രിക്സിൻ്റെ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന കുറേ നമ്പേഴ്സ് കിട്ടും. അത് ഡിഫോർമേഷനാണ്, അതിൽ നിന്ന് വേണമെങ്കിൽ സ്ട്രെസ്സിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇതൊരു ബഞ്ച് ഓഫ് നമ്പേഴ്സ് ആയതുകൊണ്ട് നമ്മൾക്കിത് കണ്ടാൽ മനസ്സിലാവില്ല. ഇപ്പം നിങ്ങൾ മാട്രിക്സ് സിനിമയിൽ, പഴയ മാട്രിക്സ് സിനിമ കണ്ടിട്ടുണ്ട്, അറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് കുറേ നമ്പേഴ്സ് ഇങ്ങനെ എഴുതി വരും. അത് കണ്ടിട്ട് മനുഷ്യന് മനസ്സിലാവും, ഇവിടെ ഇന്ന പ്രോബ്ലം ഉണ്ട്, ഇവിടെ ഇന്ന ആളുണ്ട് എന്നൊക്കെ മനസ്സിലാവും. പക്ഷേ നമ്മളതുപോലെ കഴിവില്ലാത്ത ആൾക്കാരായതുകൊണ്ട് നമുക്ക് നമ്പേഴ്സ് കുറേ സ്കാറ്റേഡ് ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്താണെന്നുള്ളത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ടെക്നിക്കുണ്ട്. അതിനെ ഒരു ഗ്രാഫായിട്ടോ അല്ലെങ്കിൽ ഒരു കോണ്ടൂർ പ്ലോട്ട്സ് ആയിട്ടോ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതാണ് ചെയ്യുന്നത്. നമ്മളിതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ഈ കിട്ടുന്ന നമ്പേഴ്സിനെ ഫുള്ള് നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യും.
ഈ പോസ്റ്റ് പ്രോസസ്സറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നതിനെ നമ്മളൊരു ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമ്മൾക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ആക്ച്വലി നമ്മുടെ FEA അനാലിസിസ് എന്ന് പറയുന്നത് സോൾവറോടുകൂടി കഴിഞ്ഞു. പിന്നെയുള്ള റിസൾട്ടിനെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനും മനസ്സിലാക്കാനുമാണ് നമ്മൾ റിസൾട്ടുകൾ അല്ലെങ്കിൽ പോസ്റ്റ് പ്രോസസ്സർ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഏത് സോഫ്റ്റ്വെയർ എടുത്താലും ഇത് കോമൺ ആയിരിക്കും. ഇപ്പോൾ ആൻസസിൻ്റെ കേസിൽ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എഞ്ചിനീയറിംഗ് ഡേറ്റ, ജിയോമെട്രി, മോഡൽ, സെറ്റപ്പ്, സൊല്യൂഷൻ, റിസൾട്ട് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. നമുക്കിതിലുള്ള ഏത് കമ്പോണൻറ്റ് സിസ്റ്റത്തിനെ എന്ത് ചെയ്യാൻ പറ്റും, അനാലിസിസ് സിസ്റ്റത്തിനെ എന്ത് ചെയ്യാൻ പറ്റും, വലിച്ച് ഇതുപോലെ ഇടാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ട്രാൻസിയൻ സ്ട്രക്ചറിൽ അല്ലെ ട്രാൻസിയൻ തെർമൽ എടുക്കുകയാണെങ്കിലും ഇതേപോലത്തെ ഒരു എൻവയോൺമെൻ്റ് ആയിരിക്കും. എഞ്ചിനീയറിംഗ് ഡേറ്റ, ജിയോമെട്രി, മോഡൽ, സെറ്റപ്പ്, സൊല്യൂഷൻ, റിസൾട്ട്. ചിലതിൽ വ്യത്യാസം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഫ്ലുവൻ്റ് എടുക്കുമ്പം, കാരണം അത് വേറൊരു കമ്പനി ആയിരുന്നു, വേറൊരു സോഫ്റ്റ്വെയർ ആയിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ജിയോമെട്രി മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എഞ്ചിനീയറിംഗ് ഡേറ്റ കൊടുക്കണ്ടെന്നല്ല, പക്ഷേ അത് ഇൻസൈഡ് ദ ഫ്ലുവൻ്റ് ഇൻ്റർഫേസിലായിരിക്കും. ഓക്കെ, ഈ കേസിൽ ഫസ്റ്റ് എഞ്ചിനീയറിംഗ് ഡേറ്റ എന്ന് പറയുന്നത് നമ്മളുടെ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് കൊടുക്കാനാണ്. ഇപ്പം നമ്മൾ എന്ത് കാൽക്കുലേഷൻ എടുത്താലും ഗിവൺ ഡേറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ പറയും ഇന്ന കാര്യങ്ങളുണ്ട്, മെറ്റീരിയലിൻ്റെ യങ്സ് മോഡുലസ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെ തെർമൽ കണ്ടക്ടിവിറ്റി ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതാണ് നമ്മളുടെ എഞ്ചിനീയറിംഗ് ഡേറ്റ എന്ന് പറയുന്നത്. FEA അനാലിസിസിന് നമ്മൾക്ക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് ആവശ്യമാണ്. അത് വേരി ചെയ്തുകൊണ്ടിരിക്കും, ഡിപ്പെൻസ് അപ്പോൺ ദ അനാലിസിസ്. സ്ട്രക്ചറൽ അനാലിസിസിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ പ്രോപ്പർട്ടി ആവില്ല തെർമൽ അനാലിസിസിന് യൂസ് ചെയ്യുന്നത്. അതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഇപ്പോൾ നമ്മളൊരു കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇഡലിയും സാമ്പാറും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇതല്ല കോൺസ്റ്റിറ്റ്യുവൻസ് അല്ല നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്, പുട്ടിനും കടലക്കറിക്കും യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലത്തെ ഒരു കൺസെപ്റ്റാണ്. പക്ഷേ കുക്കിംഗ് ആ പ്രൊസീജിയറൊക്കെ ഓൾമോസ്റ്റ് യൂസ് ചെയ്യേണ്ട ഇതും ഇൻസ്ട്രുമെൻസും എല്ലാം സെയിം ആയിരിക്കും. എന്ന് പറയുന്ന പോലെ സ്ട്രക്ചറൽ അനാലിസിസിൽ നമ്മൾ യങ്സ് മോഡുലസ്, പോയ്സൺസ് റേഷ്യോ, പിന്നെ അതിൻ്റെ ഫെയിലിയർ, പ്ലാസ്റ്റിസിറ്റി ഒക്കെ യൂസ് ചെയ്യുമ്പം ഇവിടെ തെർമൽ അനാലിസിസിൽ നമ്മൾ കൂടുതലും തെർമൽ കണ്ടക്ടിവിറ്റി, സ്പെസിഫിക് ഹീറ്റ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതൽ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ കൊടുക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ജിയോമെട്രി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ CAD മോഡൽ വരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് അല്ലെങ്കിൽ ഒരു ടൂളാണ് ജിയോമെട്രി എന്ന് പറയുന്നത്. ആൻസസിൽ ആക്ച്വലി കുറേ ജിയോമെട്രി ക്രിയേഷൻ ടൂൾസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് 3 എണ്ണമാണുള്ളത്. നിങ്ങളിപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് ഡിസ്കവറി ജിയോമെട്രി, പിന്നെ സ്പേസ് ക്ലൈം ജിയോമെട്രി, ഡിസൈൻ മോഡലർ ജിയോമെട്രി. ഇത് 3 സോഫ്റ്റ്വെയർ ആണ്. ആക്ച്വലി സ്പേസ് ക്ലൈം വേറൊരു കമ്പനിയായിരുന്നു, പിന്നെ അത് വാങ്ങിച്ചതാണ് ആൻസസ്. അതേപോലെ തന്നെ മോഡലിലേക്ക് വരുവാണെങ്കിൽ മോഡൽ എന്ന് പറയുന്നത് നമ്മളുടെ ജിയോമെട്രിയെ നമ്മൾ ഡിവൈഡ് ചെയ്യും. ശരിക്കും ഫൈനൈറ്റ് എലമെൻറ്റ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ടോട്ടൽ ജിയോമെട്രിയെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻസ് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു റെഗുലർ ജിയോമെട്രീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ ഓരോ ജിയോമെട്രിയിലും നമ്മൾ അനാലിസിസ് നടത്തുകയാണ് ചെയ്യുന്നത്. അത് ഡയറക്റ്റ് അല്ല, പകരം ഓരോ നോട്ട് പോയിൻറ്റ്സ് എന്നൊക്കെ പറയും. നമ്മൾ മെഷിങ് ചെയ്യുമ്പോൾ, ഡിസ്ക്രിറ്റൈസേഷൻ നടത്തുമ്പം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ആ നോട്ട് പോയിൻറ്റ്സിൽ നമ്മൾ ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്യും. ഈ ഇക്വേഷൻസ് വെച്ചിട്ട് അസംബിൾ ചെയ്ത് ഇതിനെ ഒരു വലിയ സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആക്കും. അതിനെയാണ് നമ്മൾ അതിനൊരു വാല്യൂ കൊടുത്തു വരുമ്പോഴാണ് ഗ്ലോബൽ സ്റ്റിഫ്നെസ് മാട്രിക്സ് ആയിട്ട് അത് കൺവേർട്ട് ആവുന്നത്. ഇപ്പോൾ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷേ ഇപ്പം കുഴപ്പമില്ല. നമ്മളിത് സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഒരു ഇത് കിട്ടാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ മെഷ് എടുക്കുമ്പോൾ ഇതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്താണെന്നുള്ളത് പറയാം. ഓക്കെ, നെക്സ്റ്റ് സെറ്റപ്പാണ്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ മോഡൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ സെറ്റപ്പും സൊല്യൂഷനും റിസൾട്ടും എല്ലാം വരും. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലി ഈ മോഡൽ കഴിഞ്ഞാൽ പിന്നെ ഇൻഡിവിജ്വലി ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ സെറ്റപ്പ് എന്ന് പറയുന്നത് ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കാനാണ്. നമ്മളുടെ ഫിക്സഡ് സപ്പോർട്ടുകൾ അത് ഓരോ അനാലിസിസിനനുസരിച്ച് മാറും. കാരണം തെർമൽ അനാലിസിസിൽ നമ്മൾ കൊടുക്കുന്നത് തെർമൽ ബൗണ്ടറി കണ്ടീഷൻസോ ഹീറ്റോ ആണെങ്കിൽ സ്ട്രക്ചറൽ അനാലിസിസിൽ ഫോഴ്സോ ഡിസ്പ്ലേസ്മെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. സൊല്യൂഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചൊരു ഐഡിയ ഉള്ളൂ. കാരണം വേറൊന്നുമില്ല, ഇത് പ്യുവർലി മാത്തമാറ്റിക്കൽ സൊല്യൂഷനാണ്. നമ്മൾ ഗോസ് എലിമിനേഷൻ അങ്ങനത്തെ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. അതിൽ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ലാർജ് ഇക്വേഷൻസിനെ സോൾവ് ചെയ്തെടുക്കും. അതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതൊരു കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക്
വലുതായിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സൊല്യൂഷനിൽ അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കുറച്ച് സെറ്റിങ്സ് ഉണ്ട്, ന്യൂട്ടൺ റാഫ്സൺ മോഡിഫൈഡ്, അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്, അതൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഫോഴ്സ് കൺവേർജൻസ് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നല്ലാതെ ഒരു ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് സൊല്യൂഷൻ മെത്തേഡ്സിലേക്ക് നമുക്ക് കൺട്രോൾ ഇല്ല കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർസിൽ. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ നിങ്ങൾ പൈത്തണിലോ എല്ലാം കോഡ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള മെത്തേഡ്സ് സോൾവ് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് പോസ്റ്റ് പ്രോസസ്സറാണ്. ഇവിടെ ഇതിനെ റിസൾട്ട്സ് എന്നാണ് വിളിക്കുന്നത്. അവിടെ നമുക്ക് ഗ്രാഫുകളും കോണ്ടൂർ പ്ലോട്ട്സും ആനിമേഷൻസും വെക്റ്റർ പ്ലോട്ട്സും എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ജിയോമെട്രിയാണ്. എഞ്ചിനീയറിംഗ് ഡേറ്റ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. സോ ജിയോമെട്രി നമ്മൾ ഓപ്പൺ ചെയ്യാൻ നേരത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് കിടക്കുന്നത് ന്യൂ ഡിസ്കവറി ജിയോമെട്രിയാണ്. ഡിസ്കവറി എന്ന് പറയുന്നത് ആൻസസിൻ്റെ വേറൊരു വെർഷൻ ഉണ്ട് ആക്ച്വലി. അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയാണ് ഡിസ്കവറി ജിയോമെട്രി. പക്ഷേ നമ്മളത് എടുക്കില്ല. കാരണം ഡിസ്കവറി ജിയോമെട്രി എന്ന് പറയുന്നത് ഈ സ്പേസ് ക്ലെയിം സോഫ്റ്റ്വെയറിൻ്റെ അല്ലെങ്കിൽ സ്പേസ് ക്ലെയിം വെച്ച് ചെയ്യുന്ന അതിൻ്റെ തന്നെ ഒരു മോഡിഫൈഡ് ഓപ്ഷനാണ് ഡിസ്കവറി എന്ന് പറയുന്നത്. ഞാൻ സ്പേസ് ക്ലെയിമും ഈ ഡിസൈൻ മോഡലറുമാണ് നമ്മൾ മേജർലി യൂസ് ചെയ്യുന്നത് ഈ റിസർച്ച് പർപ്പസിന് എടുക്കുമ്പോൾ. അതിൽ ഫസ്റ്റ് സ്പേസ് ക്ലെയിം നമ്മൾ ഒരു പാരാമെട്രിക് അനാലിസിസ് ആണെങ്കിൽ യൂസ് ചെയ്യാറില്ല. പാരാമെട്രിക് അനാലിസിസ് മീൻസ് സപ്പോസ് നിങ്ങൾക്ക് പല ഡയമീറ്ററിലുള്ള ഹോൾസ് ഉണ്ട്, അല്ലെങ്കിൽ പല ഷേപ്പുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് വിചാരിച്ചോ. അതിൻ്റെ അകത്ത് ലെങ്ത്ത് വ്യത്യാസം വരുന്നുണ്ട്, അല്ലെങ്കിൽ വിഡ്ത്ത് വ്യത്യാസം വരുത്തുന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് സേ ഒരു ഹോളിൻ്റെ ഡയമീറ്റർ 156 മില്ലിമീറ്റർ എന്ന് പറഞ്ഞിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് അനാലിസിസിൽ 1 മില്ലിമീറ്റർ ആയിരിക്കും. അതേ സെയിം തന്നെ ഇൻക്രീസ് ചെയ്തിട്ട് ഒരു 5 മില്ലിമീറ്റർ ആക്കി ഇൻക്രീസ് ചെയ്തിട്ട് അതിൻ്റെ എഫക്റ്റ് നോക്കുന്നു. 7 മില്ലിമീറ്റർ ആക്കി ഇൻക്രീസ് ചെയ്തിട്ട് അതിൻ്റെ എഫക്റ്റ് നോക്കുന്നു. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ സ്പേസ് ക്ലെയിം ജിയോമെട്രി അത്ര നല്ലതല്ല. കാരണം സ്പേസ് ക്ലെയിം ശരിക്കും പറഞ്ഞാൽ റെപ്പറ്റീഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പാരാമെട്രിക് കൺസെപ്റ്റ് അല്ല അവർ ഉദ്ദേശിക്കുന്നത്. പകരം ഫാസ്റ്റിൽ മോഡൽ ചെയ്യുക എന്നുള്ളതാണ്. സോ ഒരു സിംഗിൾ ഒബ്ജക്റ്റേ ഉള്ളൂ. സോ ഒരു സിംഗിൾ അനാലിസിസേ ഉള്ളൂ. പെട്ടെന്ന് തീർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് ക്ലെയിം എടുക്കാം. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പാരാമെട്രിക് ലെവലിലേക്ക് പോകുമ്പം ഡിസൈൻ മോഡലറാണ്. കാരണം അതൊരു കൺവെൻഷണൽ പാരാമെട്രിക് സോഫ്റ്റ്വെയർസാണ്. കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും റെക്കോർഡ്സ് ആ ട്രീയിലുണ്ടാവും. മോഡൽ ട്രീ എന്ന് പറയും, അതിലുണ്ടാവും. ഞാൻ സ്പേസ് ക്ലെയിമിങ് കാണിച്ചു തരാം, ഇപ്പോഴല്ല, നാളത്തെ ക്ലാസ്സിൽ കാണിച്ചു തരാം. പക്ഷേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസൈൻ മോഡലറാണ് എടുക്കുന്നത്. സോ ഡിസൈൻ മോഡലർ ജിയോമെട്രി ഓപ്പൺ ചെയ്യുക. അത് കുറച്ച് സമയം എടുക്കും ഇത് ഓപ്പൺ ആവാനായിട്ട്. അതൊരു ട്രഡീഷണൽ സോഫ്റ്റ്വെയർ ആണ്. വേണമെങ്കിൽ നമുക്കൊരു ഓൾഡ് സ്കൂൾ ടൈപ്പ് സോഫ്റ്റ്വെയർ എന്ന് പറയാം. കാരണം ഈ ഡിസൈൻ മോഡലർ എടുക്കുമ്പം നമ്മൾക്ക് കാണാൻ പറ്റും ഇവിടെ സാധാരണ നമ്മുടെ ഫയൽ ക്രിയേറ്റ് കൺസെപ്റ്റ് ടൂൾസ് ആ ഓപ്ഷൻസ്, അത് കൂടാണ്ട് നമ്മുടെ സെലക്ഷൻ ഓപ്ഷൻസ് കാണാൻ പറ്റും. സെലക്ഷൻ മീൻസ് ഒരു ജിയോമെട്രി ഒരു ബോക്സ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇപ്പം റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ കോർണർ സെലക്ട് ചെയ്യണമെങ്കിൽ ഇത് ആക്ടിവേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾക്ക് കോർണർ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ലൈൻ സെലക്ട് ചെയ്യാൻ, ഇത് സർഫസ് സെലക്ട് ചെയ്യാൻ, ഇത് ആ എൻറ്റയർ ബോഡി സെലക്ട് ചെയ്യാനായിട്ട്. മേ ബി യു ക്യാൻ കൺസിഡർ ഇത് 0 ഡയമെൻഷൻ, ഇത് 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ, ഇങ്ങനെ സെലക്ട് ചെയ്യാനായിട്ടാണ് ഈ സെലക്ഷൻ ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സിംഗിൾ ക്ലിക്കിൽ വേണോ അതല്ലെങ്കിൽ ഒരു ബോക്സ് വരച്ചിട്ട് അതിൻ്റെ അകത്തുള്ള എഡ്ജസ് വേണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇത് വരും, എന്താണെന്നുള്ള ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാവും. പിന്നെ താഴേക്ക് വരുമ്പം ഈ ഒരു ഏരിയ ആണ് നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ. ഇതിൽ തന്നെ പ്ലെയിൻ ഏതാണെന്നുള്ളത്, അതായത് പ്ലെയിൻ എന്നുള്ള കൺസെപ്റ്റിന് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും വരയ്ക്കുമ്പം നമ്മൾക്ക് വരയ്ക്കാനായിട്ടൊരു പ്ലെയിൻ വേണം. ഒരു ഡ്രോയിങ് ഷീറ്റ് പോലെ നിങ്ങൾക്കതിനെ കൺസിഡർ ചെയ്യാം. കാരണം ആ ഡ്രോയിങ് ഷീറ്റിലായിരിക്കും അല്ലെങ്കിൽ ആ പ്ലെയിനിലായിരിക്കും നമ്മൾ നമ്മുടെ സ്കെച്ചുകൾ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 2D സ്കെച്ചുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 2 ടൈപ്പ് CAD മോഡലിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് മോഡലിംഗ് എന്ന് പറയും. ഡയറക്റ്റ് മോഡലിംഗ് മീൻസ് നമുക്ക് ഡയറക്റ്റായിട്ട് സിലിണ്ടർ ബോക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ബൂളിയൻ ഓപ്പറേഷൻസ് വെച്ചിട്ട് മെർജ്, യൂണിയൻ, അങ്ങനത്തെ ഓപ്പറേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് വേണ്ട ജിയോമെട്രി ക്രിയേറ്റ് ചെയ്തെടുക്കും. അതാണ് ഡയറക്റ്റ് മോഡലിംഗ്. പക്ഷേ അത് കുറച്ച് ടഫാണ്. കാരണം പലപ്പോഴും നമുക്ക് ആവശ്യമുള്ളൊരു ജിയോമെട്രി അവിടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഈസിയാണെന്ന് പറയുമെങ്കിലും ഈസിയേക്കാൾ ഉപരി ഇത് ചെയ്തു വരുമ്പോൾ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ഇതിലേക്കാണ് പോകുന്നത്. അതിനെ പാരാമെട്രിക് മോഡലിംഗ് എന്ന് പറയും, സെക്കൻഡ് ടൈപ്പ്. പാരാമെട്രിക് മോഡലിങ്ങിൽ നമുക്ക് എപ്പോഴും ഒരു പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മോഡൽ മുന്നോട്ട് പോകുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
നമുക്കൊരു സ്കെച്ച് ഉണ്ട്. ആ സ്കെച്ചിൽ നമ്മൾ എന്തെങ്കിലും ഒരു 3D ഓപ്പറേഷൻസ് ചെയ്യും. ഈ 3D ഓപ്പറേഷൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ 3D ഒബ്ജക്ട്സ് ജനറേറ്റ് ചെയ്യുന്നത്. ഞാനത് കാണിച്ചു തരാം. ബേസിക്കലി ഒരു 4 ഓപ്പറേഷൻസ് ആണ് എപ്പോഴും ഏത് സോഫ്റ്റ്വെയർ എടുത്താലും യൂസ് ചെയ്യുന്നത്. ഈ 4 ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഈ കാണുന്ന എക്സ്ട്രൂഡ്, റിവോൾവ്, സ്വീപ്പ്, സ്കിൻ ലോഫ്റ്റ്. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേടിക്കേണ്ട, ബിക്കോസ് ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആവും ഞാൻ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത്. ഓക്കെ, സോ ഈ 4 ഓപ്പറേഷൻസ് ഏത് കൊമേർഷ്യൽ CAD സോഫ്റ്റ്വെയർ എടുത്താലോ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എടുത്താലോ കോമൺ ആയിരിക്കും. ഓക്കെ, അതിൽ ഫസ്റ്റ് എക്സ്ട്രൂഡും റിവോൾവും സ്വീപ്പും നമ്മൾ ഇന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നാളെ സ്കിൻ ലോഫ്റ്റും പിന്നെ ഇതിൻ്റെ മോഡിഫിക്കേഷൻസ് ഉണ്ട്, പാറ്റേൺസ്, അങ്ങനത്തെ കാര്യങ്ങൾ നാളത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ എന്ത് 3D ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും പാരാമെട്രിക് മോഡലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്കെച്ച് വേണം. ഒരു സ്കെച്ച് വരച്ചിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അതിൽ 3D ഓപ്പറേഷൻസ് ചെയ്യുള്ളൂ. ഈ 4 3D ഓപ്പറേഷൻസാണ് ബേസിക് ഓപ്പറേഷൻസ്. അപ്പം നമുക്ക് 2D സ്കെച്ച് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഒരു പ്ലെയിൻ വേണം. സോ ഞാൻ ഇതിൻ്റെ അകത്ത് XY പ്ലെയിൻ സെലക്ട് ചെയ്യുകയാണ്. സോ ഇതാണ് എൻ്റെ XY പ്ലെയിൻ. നിങ്ങൾക്ക് ഏത് പ്ലെയിൻ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഒരു ചെറിയൊരു പ്രോബ്ലം ഉള്ളത്, നിങ്ങൾ മോഡൽ മെഷിങ്ങിലേക്കൊക്കെ വരുമ്പം നിങ്ങളുടെ വ്യൂവിൽ ബൈ ഡിഫോൾട്ട് നല്ലൊരു വ്യൂ വേണമെന്നുണ്ടെങ്കിൽ, അതായത് തലതിരിഞ്ഞ് നമ്മളുടെ ഒബ്ജക്റ്റ് നിൽക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മളുടെ പ്ലെയിൻ ആദ്യമേ നന്നായിട്ട് സെലക്ട് ചെയ്യുക. ഇനി തലതിരിഞ്ഞ് പോയാലും റൊട്ടേറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അങ്ങനത്തെ അഡീഷണൽ ജോബ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്ത് ഒഴിവാക്കാൻ പറ്റും. ഫസ്റ്റ് ഞാൻ XY പ്ലെയിൻ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, എനിക്കൊരു സ്കെച്ച് വേണം. ആ സ്കെച്ചിന് വേണ്ടിയിട്ട് വേറൊരു ടാബ് ഇവിടെ തന്നിട്ടുണ്ട്, സ്കെച്ചിങ് ആൻഡ് മോഡലിംഗ്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഇതിനെ പറയുന്നത് മോഡൽ ട്രീ എന്നാണ്. മോഡൽ ട്രീ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എന്ത് ഓപ്പറേഷൻ ചെയ്താലും അതിൻ്റെ എല്ലാ റെക്കോർഡ്സ് ഇവിടെ ഉണ്ടാവും. എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓപ്പറേഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം എഡിറ്റ് ചെയ്യാം, ഡയമെൻഷൻ ചെയ്യാം, ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യാം, അത് ഫുൾ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഈ കേസിൽ ഞാൻ XY പ്ലെയിൻ സെലക്ട് ചെയ്തു. ദെൻ സ്കെച്ചിലേക്ക് പോകാനായിട്ട് ഇവിടെ ഒരു ന്യൂ സ്കെച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് അല്ല, സ്കെച്ചിങ്ങിലേക്ക് ഡയറക്റ്റ് പോയിട്ടും നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനൊരു സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്നുള്ള രീതി ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു സ്കെച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ന്യൂ സ്കെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്കെച്ച് 1 വരും. ഓക്കെ, ഈ സ്കെച്ച് 1 എന്ന് പറയുന്നത് ആൻസിസ് അസൈൻ ചെയ്ത നെയിമാണ്. ഞാൻ നോർമലി പറയുന്നത് നമ്മുടെ ക്രോസ് സെക്ഷനാണ്. നമ്മൾക്കത് വരയ്ക്കുന്നത് എന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന് പേര് കൊടുക്കണം. എന്താണ് ആ സ്കെച്ച്, അല്ലെങ്കിൽ ഏത് 3D മോഡലാണ് നമ്മൾ ആ സ്കെച്ചിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ പേര് കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഈ സ്കെച്ച് 1 കൊടുത്തു. ദെൻ സ്കെച്ചിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഈ ടാബ് ശരിക്കും നമ്മളുടെ 2D സ്കെച്ച് ക്രിയേറ്റ് ചെയ്യാനും ഈ ടാബ് 3D ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ സ്കെച്ചിങ്ങിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്കൊരു ഓട്ടോകാഡിൻ്റെ പോലത്തെ ഒരു ഇൻ്റർഫേസ് വരും. അതിൻ്റെ അകത്ത് എനിക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. ഈ ഡ്രോ ചെയ്ത ലൈൻ കർവ്സിനെ എല്ലാം എനിക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും, ഡയമെൻഷൻസ് കൊടുക്കാൻ പറ്റും, കൺസ്ട്രെയിൻസ് കൊടുക്കാൻ പറ്റും. പിന്നെ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിൽ ഗ്രിഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അതൊന്നും സ്വിച്ച് ഓൺ ചെയ്യുന്നില്ല, ജസ്റ്റ് ഡയറക്റ്റ്ലി ഡ്രോയിലേക്ക് പോവാണ്. ഈ കേസിൽ എൻ്റെ ഫിഗർ ഇതാണ്. ഇതൊരു 8400 ലെങ്ത് ഉള്ള ഒരു ബ്രിഡ്ജാണ്. ദെൻ സിമിലർലി അതിൽ 3 ഗർഡർ ഉണ്ട്. 1100 ഡിസ്റ്റൻസിലും 2000ലും 3 ഗർഡേഴ്സ് ഉണ്ട്. സെൻറ്ററിൽ നിന്നാണ് ഈ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഫസ്റ്റ് ഈ ഒരു സെക്ഷനാണ് വരച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഒരു ബോക്സാണ് വരയ്ക്കുന്നത്. ഇതിനു മുമ്പേ ഇതിപ്പോൾ ഇൻക്ലൈൻഡ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. സപ്പോസ് ഇതിനെ എനിക്ക് നേരെയാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ലുക്ക് അറ്റ് ഫേസ് എന്നൊരു ഓപ്ഷനുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെയാവും. ഇവിടെ ഞാനൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുവാണ്. ഈ റെക്റ്റാങ്കിളിന് എനിക്ക് ഡയമെൻഷൻസ് കൊടുക്കാൻ പറ്റും. സോ ഡയമെൻഷൻസിലേക്ക് പോകുന്നു. ഡയമെൻഷൻസ് ക്രിയേറ്റ് ചെയ്തു. ഈ ഡയമെൻഷൻസ് രണ്ടും എനിക്ക് ദാറ്റ് ഈസ് ഇവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സ്കെച്ചറിൽ എപ്പോൾ നമ്മൾ ഡയമെൻഷൻ കൊടുത്താലും അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, നമ്മൾ ആ ലെങ്ത്ത് അല്ലെങ്കിൽ ആ ഡയമെൻഷൻ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഡയമെൻഷൻസ് ഇത് അലോ ചെയ്യില്ല. ഡ്യൂപ്ലിക്കേറ്റ് ഡയമെൻഷൻ മീൻസ് സപ്പോസ് നമ്മളൊരു ലെങ്ത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലെങ്ത്ത് ഓൾവേസ് എന്തായിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഡയമെൻഷൻ കൂടെ കൊടുക്കുകയാണെങ്കിൽ
വാർണിംഗ് വരും, ന്യൂ ഡയമെൻഷൻ മേക്സ് ദ മോഡൽ ഓവർ കൺസ്ട്രെയിൻറ്റ്, യൂസ് ക്യാൻസൽ ഓർ അൺഡു ടു റീസ്റ്റോർ ഓർ എഡിറ്റ് ഡയമെൻഷൻ ആൻഡ് സെറ്റ് ആസ് റെഫറൻസ്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ റെഡ് ലൈനിൽ കാണുന്നത് ഇതേ സെയിം സ്ഥലങ്ങളിൽ ഞാൻ 2 ഡയമെൻഷൻ കൊടുത്തു. അതായത് ഒരേ സമയം ഞാൻ 2 വാല്യൂസ് എനിക്ക് വേണമെങ്കിൽ അസൈൻ ചെയ്യാൻ പറ്റും. അത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഈ ഒരു ഡയമെൻഷൻ ഇത് എന്ത് ചെയ്യുന്നത് പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ കേസിൽ H3 എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇവിടെ സെലക്ട് ചെയ്യാം, ഈ ഏരിയയിൽ സെലക്ട് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ്. അപ്പോൾ അത് ബാക്ക് ടു ഇതിലേക്കായി. പിന്നെ എനിക്ക് ഇതുപോലെ തന്നെ ഈ ഡയമെൻഷനെ എനിക്ക് വേണമെങ്കിൽ മൂവ് ചെയ്ത് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്കോ അത് മൂവ് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ കൺസ്ട്രെയിൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മൾ പലപ്പോഴും അനാലിസിസ് ചെയ്യുമ്പം ഇത് മൂവ് ചെയ്യും. അപ്പോൾ മൂവ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്കത് കൺസ്ട്രെയിൻ ചെയ്യണം. ഡയമെൻഷൻ കൊടുക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് ഇതിൻ്റെ അകത്ത് കൺസ്ട്രെയിൻസിലേക്ക് പോകണം. സിമെട്രി എന്നൊരു കൺസ്ട്രെയിൻ്റ് ഉണ്ട്. സിമെട്രി കൺസ്ട്രെയിൻ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനൊരു പ്ലെയിൻ ഉണ്ടെങ്കിൽ ഈ പ്ലെയിൻ്റെ ഈ സൈഡും കൊടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് മാറും. അതായത് ഈ പ്ലെയിനിൽ നിന്ന് ഇങ്ങോട്ടും ഉള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. സിമിലർലി ഒരു സിമെട്രിയും കൂടി ഞാൻ കൊടുക്കുവാണ് ഈ 2 ലൈൻസും തമ്മിൽ. ഇതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ഡയമെൻഷൻ ചേഞ്ച് ചെയ്താലും ഇതിൻ്റെ ഓറിയൻറ്റേഷൻ മാറത്തില്ല. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കണക്റ്റഡ് ബോഡി ഉണ്ടെന്ന് വിചാരിച്ചോ. നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യാൻ നേരത്തോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ നേരത്ത് ഒരു ഡയമെൻഷൻ ചേഞ്ചോ എന്തെങ്കിലും വരുമ്പം സാധാരണയാണെങ്കിൽ ഇതിന് തോന്നിയ പോലെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയല്ല, ഈ പ്ലെയിനെ ബേസ് ചെയ്തിട്ട് ഇതിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഡയമെൻഷൻ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഫോർ എക്സാമ്പിൾ H1 എൻ്റെ നമ്മുടെ ജേണലിൽ 8400 ആണ്. സോ 8.4 മീറ്റർ ആണ് വരുന്നത്, 8.4 മീറ്റർ. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഒരു ഓഫ്സെറ്റോ ഒന്നും വന്നിട്ടില്ല, കറക്റ്റ് ആ സെൻറ്ററിൽ തന്നെ നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, തിക്നെസ് എന്ന് പറയുന്നത് തിക്നെസ് അപ്രോക്സിമേറ്റ്ലി 500 സംതിങ് ആയിരുന്നു. 1 സെക്കൻഡ് ഒന്ന് നോക്കിക്കോട്ടെ. അല്ല 300 ആണ്. ഓക്കെ, സോ 300.3 ആയിരിക്കും ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ ഇതായിരിക്കും നമ്മളുടെ ഫസ്റ്റ് ബ്രിഡ്ജിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഈ സൈഡിൽ 2 ജോമെട്രി ക്രിയേറ്റ് ചെയ്യണം. ഈ ജോമെട്രി ഇതിൻ്റെ ഹൈറ്റ് 700 ആയിരുന്നു. ഇതിൻ്റെ തിക്നെസ് 300 സംതിങ് ആയിരുന്നു. 250 ആയിരുന്നു. അപ്പം ഞാൻ അത് വെച്ചിട്ട് ഒരെണ്ണം വരയ്ക്കുവാണ്. ഈ സൈഡിലായിട്ട് ഡ്രോ, ഇവിടെ ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. ഫസ്റ്റ് ലൈൻ എടുത്തു, ദെൻ സെക്കൻഡ് ലൈൻ ഈ പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഒരു ഇഷ്ടമുള്ള ഡയമെൻഷൻ എടുത്തിട്ട് വരയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ വരയ്ക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഡയമെൻഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും എപ്പോൾ വേണമെങ്കിലും. സോ നമ്മളുടെ കേസിൽ ഇതാണ് അപ്രോക്സിമേറ്റ് ജോമെട്രി. അപ്പോൾ ഇതിലിത് സ്ട്രെയിറ്റ് ലൈനാണ്. ഞാൻ അറിയാണ്ട് വരച്ചപ്പോൾ അത് ഇൻക്ലൈൻഡ് ആയിരുന്നു. എനിക്കത് കൺസ്ട്രെയിനിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വെർട്ടിക്കൽ എന്നൊരു കൺസ്ട്രെയിൻ്റ് ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആയിക്കോളും. ഇനി ഇതിൻ്റെ ഡയമെൻഷൻസ് ആണ്. സോ ദിസ് ഡയമെൻഷൻ ഇറ്റ് ഈസ് 200. ഞാൻ ആദ്യമേ ഇതിൻ്റെ യൂണിറ്റ് മാറ്റി ഒന്ന് മില്ലിമീറ്റർ ആക്കി വിട്ടെ, കാരണം നമ്മളുടെ ഡയമെൻഷൻ എല്ലാം മില്ലിമീറ്ററിലാണ് അടക്കുന്നത്. സോ ദിസ് ഈസ് 250. ദെൻ ഈ ഹൈറ്റ്, നെക്സ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് ഈ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇത് 700 ആണ്. ദെൻ നെക്സ്റ്റ് ഡയമെൻഷൻ ഒരു സെക്കൻഡ് ഇതൊന്ന് മൂവ് ചെയ്യട്ടെ. ഈ ലെങ്ത് ആണ്. ഈ ലെങ്ത്ത് 100 ആയിരുന്നു. 200. Next, distance between this point and this line.
സോ ഇതായിരുന്നു നമ്മുടെ അപ്രോക്സിമേറ്റ് ഷേപ്പ്. ദാറ്റ് ഈസ് ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടും? നമ്മളുടെ ജോമെട്രി കിട്ടും. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഇവിടെ ഇത് ക്രോസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു ലൈൻ മിസ്സിംഗ് ആണ്. അപ്പോൾ ക്രോസ് ചെയ്തത് കളയാനായിട്ട് മോഡിഫൈയിൽ ചെയ്യുന്നതിന് ട്രിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ട്രിം ഓപ്ഷൻ വെച്ചിട്ട് ഇതിനെ കളയുക. സെക്കൻഡ്, ഇവിടെ ഒരു ലൈൻ കൂടെ വേണം. ആ ലൈൻ ഇങ്ങനെ മിസ്സായി. ഒരു സെക്കൻഡ്. ഓക്കെ, സോ ഇതാണ് എൻ്റെ ജോമെട്രി. ഞാൻ തിരിച്ച് മോഡലിങ്ങിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ സ്കെച്ചിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. സ്കെച്ചിനെ എക്സ്ട്രൂഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് സ്കെച്ച് 1 സെലക്ട് ചെയ്യുക, എന്നിട്ട് എക്സ്ട്രൂഡ് പ്രസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ജോമെട്രി അവിടെ അപ്ലൈ ആവും. ദെൻ ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്ട്രൂഡ് അവിടെ വർക്കായി. കണ്ടോ? ഇതിൻ്റെ തിക്നെസ് അത് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 9000 മീറ്റർ ആയിരുന്നു. സോ 9000 ഇട്ട് കഴിഞ്ഞാൽ ജനറേറ്റ്. സോ ദിസ് ഈസ് മൈ എക്സ്ട്രൂഡ്. സോ ഇതേപോലെ തന്നെ ഞാനപ്പോൾ ചോദിക്കാം വേണമെങ്കിൽ എന്താണ് ഇത് ഫസ്റ്റ് മാത്രം വരച്ചത്, ഇപ്പുറത്തെ സൈഡിൽ വരയ്ക്കാൻ ഞാൻ എന്താണെന്നുള്ളത്. അതിനൊരു റീസൺ ഉണ്ട്. ഒന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സ്കെച്ചിൽ തന്നെ പോയിട്ട് വീണ്ടും ഇതേ സ്ട്രക്ചർ ഇവിടെ വരച്ചെടുക്കാം, ഇത് വീണ്ടും കൺസ്ട്രെയിൻ ചെയ്യാം. പക്ഷേ അത് ഒത്തിരി ടൈം എടുക്കും. അതുമാത്രമല്ല, ഞാനിവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുവാണെങ്കിൽ അത് എവിടെ റിഫ്ലക്റ്റ് ചെയ്യില്ല? സെക്കൻഡ് ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല. നമ്മളെപ്പോഴും ചെയ്യുമ്പം അനാലിസിസിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പൽ, നമ്മളുടെ മോഡിഫിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെപ്പോഴും മാക്സിമം കൺസ്ട്രെയിൻ ചെയ്തോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടോ ചെയ്യാൻ ശ്രമിക്കണം. കാരണം എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ ഇവിടെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യണം? അപ്പുറത്ത് അതിൻ്റെ സിമിലർ ജോമെട്രിയിലോ അല്ലെങ്കിൽ അതിൻ്റെ എൻ്റയർ ഡയമെൻഷനിലോ റിഫ്ലക്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, സോ ഇത് എനിക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ലെങ്ത് പകുതിയാക്കണം. ഞാനത് കാണിച്ചു തരാം. പക്ഷേ ലെങ്ത് പകുതിയാക്കുമ്പോഴേ എനിക്കിവിടെ ഒരു പ്ലെയിൻ വരും. ഇപ്പോൾ ഈ കേസിൽ ഞാൻ 2 മെത്തേഡും കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഇത് 8400 ആണ്, അതിന് പകരം ഞാൻ 4200 ആക്കുവാണെങ്കിൽ ഇതിപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്തായി? പകുതിയായി. ഇനി എനിക്കെന്ത് ചെയ്താൽ മതി? ജസ്റ്റ് മിറർ എന്നൊരു ടൂളുണ്ട്. ഈ ക്രിയേറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ബോഡി ട്രാൻസ്ഫോർമേഷനിൽ മിറർ എന്നൊരു ഓപ്ഷനുണ്ട്. ആ മിറർ ടൂൾ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സെലക്ട് ചെയ്യാം, ആ ബോഡീസ് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഈ പ്ലെയിൻ ഇവിടെ അപ്ലൈ ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യണം. ഞാനത് മറന്നുപോയി. ഇവിടെ ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇതാണ് നമ്മൾക്ക് പുതിയ പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. സോ ഈ പ്ലെയിൻ ക്ലിക്ക് ചെയ്യുക, ജനറേറ്റ് ചെയ്യുക. ദെൻ ആ പ്ലെയിനാണ് നമ്മളുടെ മിറർ പ്ലെയിൻ. പിന്നെ നമ്മൾ ക്രിയേറ്റിലേക്ക് പോവുക, ബോഡി ട്രാൻസ്ഫോർമേഷൻ എടുക്കുക, മിറർ എടുക്കുക, എന്നിട്ട് നമ്മളുടെ ബോഡി ഇതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ മിറർ പ്ലെയിൻ എന്ന് പറയുന്നത് ഇതായിരിക്കും, സെലക്ട് ചെയ്യുക, ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇത് മിററായി. ഇനി ഇവിടെ ഞാൻ എന്ത് ചേഞ്ച് വരുത്തിയാലും അതിവിടെ റിഫ്ലക്റ്റ് ചെയ്യും. സോ ഇതാണ് ഒരു ഐഡിയ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് മാത്രമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുക. ഈ 2 രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മളുടെ ജോമെട്രിയിലുള്ളത് ഈ ഒരു ബോക്സുകളാണ്. ദാറ്റ് ഈസ് ബോക്സ് മീൻസ് ബോക്സ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു സ്ക്വയർ ട്യൂബുകളാണ്. തിക്നെസ് 25 mm 25 mm ഉള്ള സ്ക്വയർ ട്യൂബുകളാണ് സ്റ്റീലിൻ്റെ 1000 × 1000 ക്രോസ് സെക്ഷൻ ഉള്ളത്. സോ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഫസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തു. കാരണം ഇവിടെയാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ താഴെയായിട്ടാണ് ഞാൻ എൻ്റെ ട്യൂബ് വരയ്ക്കാൻ പോകുന്നത്. സോ ഇത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഐദർ യു ക്യാൻ ക്രിയേറ്റ് എ പ്ലെയിൻ, പക്ഷേ ഡയറക്റ്റ് സ്കെച്ചിങ്ങിലേക്ക് പോയാലും അവിടെ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ആവും. സോ ഇപ്പോൾ ഞാൻ സ്കെച്ചിങ്ങിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ആയി. ഇനി ഞാൻ എൻ്റെ ഫസ്റ്റ് റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഡിസ്റ്റൻസ് നോക്കണ്ട, കാരണം ഡിസ്റ്റൻസ് നമുക്ക് വേറെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ വേറൊരു റെക്റ്റാങ്കിളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാനൊരു കൺസ്ട്രെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. കൺസ്ട്രെയിൻറ്റ് എത്രയേ ഉള്ളൂ? ഇതിൻ്റെ ഹൈറ്റ് ഈക്വൽ ഹൈറ്റ് ആണെന്ന് പറയാനായിട്ട്, കാരണം 1000 × 1000 ആണ്. സോ അതുകൊണ്ട് ഈക്വൽ ലെങ്ത് എന്നൊരു കൺസ്ട്രെയിൻറ്റ് യൂസ് ചെയ്യും. ഇതും ഈക്വൽ ലെങ്ത് ആണ്. സിമിലർലി ഇതും ഈ സൈഡും ഈക്വൽ ലെങ്ത് ആണ്. അതുപോലെ തന്നെ ഈ സൈഡും ഈക്വൽ ലെങ്ത് ആണ്. അപ്പം ഒരേപോലത്തെ ഒരു ഷേപ്പാണ് കിട്ടിയിട്ടുള്ളത്.
ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഡയമെൻഷൻ കൊടുത്താൽ മതി, ബാക്കിയുള്ള എന്ത് ചെയ്യും, അത് ചേഞ്ച് ആവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 1000 mm എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും അത് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ഒരു ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് വരെയുണ്ട്, കാരണം ഇത് രണ്ടും സെയിം അല്ല. 1 സെക്കൻഡ് നോക്കിക്കോട്ടെ ഒന്നുകൂടെ. ഈക്വൽ ലെങ്ത് കറക്റ്റാണെന്ന് തോന്നുന്നു. ഒന്നുകൂടി മെഷർ ചെയ്ത് നോക്കാം, നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ഇതിൻ്റെ സെൻറ്റർ പ്ലെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ദറ്റ് ഈസ് നമുക്ക്, അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇവിടെ നോക്കുവാണെങ്കിൽ 1000 ആണ് ഒരു സൈഡിൽ നിന്നുള്ളത്. 1100 ആണ്. സോ നമുക്ക് ആ ഡിസ്റ്റൻസ് കൊടുക്കാം. ഡയമെൻഷൻ ദിസ് ഈസ് 1100. അതേപോലെ തന്നെ ഈ രണ്ട് പോയിൻറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസും, അതായത് ഈ പോയിൻറ്റും ഈ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസും എത്രയാണ്? 2000 ആണ്. സോ 2000. ഇതാണ് നമ്മളുടെ ജിയോമെട്രി. ഇത് തന്നെ ഒന്നിലെ മിറർ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അത് കീപ്പ് ചെയ്യാം. ഞാൻ ഇതേ രീതിയിൽ തന്നെ കീപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ മോഡലിങ്ങിലേക്ക് വരുന്നു, ഈ ഒരു സ്കെച്ച് തന്നെ സെലക്ട് ചെയ്യുന്നു, എക്സ്ട്രൂഡ് ചെയ്യുന്നു. സോ എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോയിട്ടുള്ളത്. നമുക്കിവിടെ അതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്ഷൻ മാറ്റി റിവേഴ്സ്ഡ് ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എക്സ്ട്രൂഡ് ആവും. ഇനി രണ്ടാമത്തെ കേസ്, എനിക്കിതിനെ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. സോ ഇവിടെ ഒരു ഓപ്ഷനുണ്ട്, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആഡ് തിൻ സർഫസ് എന്നൊരു ഓപ്ഷനുണ്ട്. കാരണം ഇപ്പം ഞാൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സോളിഡ് സെക്ഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ ഇതിന് പകരം ആഡ് തിൻ സർഫസ് യെസ് ആക്കി ഇൻവേർട്ട് തിക്നെസ് ഞാൻ 25 mm കൊടുക്കുകയാണെങ്കിൽ അകത്തേക്ക് മാത്രം, അതായത് ഉള്ളിലേക്ക് മാത്രം എന്ത് ചെയ്യും, ഒരു 25 mm തിക്കിൽ ഇത് ജനറേറ്റ് ആവും. ഔട്ട്വേർഡ് തിക്നെസ് കൊടുത്താലുള്ള ഇഷ്യൂ, ഇതിനെ ക്രോസ് ചെയ്ത് രണ്ടാമത്തെ ബോഡിയെ ക്രോസ് ചെയ്ത് ജനറേറ്റ് ചെയ്യും. ഇപ്പോഴും ചെറിയൊരു ഇഷ്യൂ ഉള്ളത്, നിങ്ങൾ നോക്കിയാൽ പറ്റി, ഈ സോളിഡ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സോളിഡ് ആയിട്ടായിരിക്കുന്നത്. പക്ഷേ നമ്മളുടെ കേസിൽ ഇതൊരു സ്റ്റീൽ ഗർഡറും ഇതൊരു കോൺക്രീറ്റ് ബ്രിഡ്ജുമായിട്ടാണ് വരയ്ക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ എക്സ്ട്രൂഡിൽ ആഡ് മെറ്റീരിയൽ എന്നൊരു ഓപ്പറേഷൻ ആക്റ്റീവാണ്. അതിന് പകരം ആഡ് ഫ്രോസൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും സെപ്പറേറ്റ് ബോഡീസാണ്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും, ഇത് നമ്മുടെ ഫസ്റ്റ് ബോഡി, ഇത് സെക്കൻഡ്, ഇത് തേർഡ് ബോഡി. ദെൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു മിററും കൂടെ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് മിറർ. ദെൻ നമ്മളുടെ മിറർ ബോഡി ഇതാണ്. മിറർ പ്ലെയിൻ നമ്മുടെ പഴയ മിറർ പ്ലെയിൻ തന്നെ. അപ്ലൈ ജനറേറ്റ്. സോ അങ്ങനെ 3 ബോഡീസ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇതിൽ കാൽക്കുലേഷനിൽ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് നമ്മൾ എനിക്ക് തോന്നുന്നത് 8400 എടുത്തതിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്കാണ്. കാരണം 8400 എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടെ വരെയാണ്. നോർമലി ഇത് കുറച്ച് മാറിയായിരിക്കുന്നത്. അത് നമുക്ക് പിന്നെ തൽക്കാലം നോക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ജിയോമെട്രി ക്രിയേറ്റ് ചെയ്യുന്നത്.